ജീവിതത്തിൽ ഇന്നുവരെ ഒരു പണിയും ചെയ്യാത്ത ആൾ, രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും ചെയ്യാത്ത ആൾ, അങ്ങനെ ഒരാളെയാണ് സംഘികളും സംഘികളുടെ സെലക്ഷൻ കമ്മീഷനും ചേർന്ന് പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിയെ ഒരു നാണവുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ ദിനം പ്രതി റീലുകൾ ഉണ്ടാക്കി ആഹ്ലാദിക്കുകയാണ് നരേന്ദ്രമോദി. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിലാണ് നീറോ ചക്രവർത്തി റീലുണ്ടാക്കി നിർവൃതി നേടുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ബംഗാളിലെ ഹൂഗ്ലി നദിയിൽ കൂടി ബോട്ട് യാത്ര നടത്തി ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതായി അഭിനയിച്ച് ആഹ്ലാദ പരവശനാകുകയാണ് മോദി. വളരെയേറെ ആളുകളാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മോദിയുടെ ഈ നാണംകെട്ട റീൽ നാടക കളിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. കഴിയുന്നതും ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഗ്യാസിന്റെ ഷോർട്ടേജിനെ തുടർന്ന് വളരെയേറെ വ്യവസായ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടുകയും 3 ഷിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നത് 1 ഷിഫ്റ്റായി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. വളരെയേറെ റെസ്റ്റോറൻറ്റുകൾ ഗ്യാസിന്റെ ഷോർട്ടേജ് കാരണം പൂട്ടുകയോ അല്ലെങ്കിൽ മെനുവിൽ വലിയ വെട്ടിക്കുറവ് വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. വളരെയേറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ദിനം പ്രതിയാണ് ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടതിനാൽ ഗുജറാത്തിൽ നിന്നുൾപ്പെടെ പലായനം ചെയ്യുന്നത്. ആളുകൾ ജീവിക്കാൻ പെടാപ്പാട് പെടുകയാണ്. മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. ദിനം പ്രതിയാണ് അവിടെ ആളുകൾ കൊല്ലപ്പെടുകയും വലിയ വലിയ കൊള്ളയും കൊള്ളിവയ്പും ആക്രമണങ്ങളും നടക്കുന്നതും. എന്നാൽ ഇതൊന്നും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ തെല്ലും ബാധിച്ചിട്ടില്ല. അയാൾ ജീവിതം ആഘോഷിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കൂത്താടുകയാണ്. കഴിഞ്ഞ ദിവസം മോദിയും കൂട്ടരും ഭരിച്ചു മുടിച്ച ബീഹാറിൽ നിന്ന് ജീവിക്കുവാൻ വേണ്ടി ബംഗാളിലെത്തി കച്ചവടം നടത്തുന്ന ഒരു യുവാവിന്റെ കടയിൽ നിന്ന് പൊരി വാങ്ങിക്കഴിച്ച് റീലിട്ടപ്പോൾ വളരെയേറെ വ്യൂസ് ലഭിച്ചതിനാൽ അത് പതിവാക്കിയിരിക്കുകയാണ് മോദി. ജനങ്ങളെക്കുറിച്ച് മോദി ആകുലപ്പെടുന്നില്ല. തകരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മോദിക്ക് യാതൊരു പ്രശ്നവുമില്ല. മോദിക്കറിയാം ഏത് വിഡ്ഢിത്തം കാണിച്ചാലും അത് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് മോദിയുടെ മന്ദഭക്തർ യാതൊരു സങ്കോചവുമില്ലാതെ പറഞ്ഞു പ്രചരിപ്പിക്കും എന്ന്. അത് മാത്രമാണ് മോദിക്ക് വേണ്ടത്. മാത്രവുമല്ല, മോദിയുടെ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന രാജ്യത്തെ മീഡിയകൾ എന്ന് പറയുന്ന ദല്ലാളുകൾ ഇതെല്ലാം മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുകൂടി പ്രചരിപ്പിക്കുമെന്ന് മോദിക്കറിയാം. അത്ര മാത്രമേ മോദിക്ക് വേണ്ടൂ. വിവേകമുള്ള ജനങ്ങൾ ഇത് കണ്ട് മടുത്ത് ഇയാൾക്കെതിരെ പ്രതികരിക്കും എന്ന് അറിയാം. ഇത് വളരെ മോശമാണ്, തെറ്റാണ്, ഇങ്ങനെയല്ല ഒരു പ്രധാനമന്ത്രി പെരുമാറേണ്ടത് എന്ന് വിവരമുള്ളവർ പറയുന്നത് മോദിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. സ്വന്തമായി സെലക്ഷൻ കമ്മീഷൻ ഉള്ളതിനാൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്ന് മോദിക്ക് അറിയാം. മോദി യാതൊരു സങ്കോചവുമില്ലാതെ പങ്കുവച്ച റീലാണ് ഇത്. ഇവിടെ മോദി ക്യാമറ ഉയർത്തിപ്പിടിക്കുന്നതല്ലാതെ അത് ക്ലിക്ക് ചെയ്യുക പോലും ഇല്ല. ഒരൊറ്റ ഫോട്ടോയോ വീഡിയോയോ എടുത്തിട്ടില്ല എന്ന് 100% ഉറപ്പിക്കാം. ഇങ്ങനെ നാണംകെട്ട് അഭിനയിക്കാൻ യാതൊരു മടിയും മോദിക്ക് തോന്നുന്നില്ല. സ്വന്തം കയ്യിൽ ക്യാമറ പിടിച്ച് ചുറ്റുപാടും ഡസൻ കണക്കിന് ക്യാമറകളുമായി ആളുകൾ മറ്റു ബോട്ടുകളിൽ ഇരുന്ന് മോദി ക്യാമറ പിടിച്ചു നിൽക്കുന്നത് ഷൂട്ട് ചെയ്യുകയാണ്. എന്തിനാണ് മോദി ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ഉള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ജീവിതം മൊത്തം ഒരു വെക്കേഷൻ ആയിരിക്കാം. എന്നാൽ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് യാതൊരു എളുപ്പും തോന്നുകയില്ലേ കയ്യിൽ ക്യാമറ പൊക്കിപ്പിടിച്ച് ചുറ്റുപാടും ഡസൻ കണക്കിന് ക്യാമറാമാന്മാരെ നിർത്തി നിങ്ങളുടെ ഈ വിഡ്ഢിത്തം ഷൂട്ട് ചെയ്ത് റീലുണ്ടാക്കിയിടുന്നതിന്? എന്തുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ വിലയെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടേ? എന്നിട്ടും കുറെ സംഘികളെ നിറച്ചു നിർത്തി ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക് മനുഷ്യ? തലയ്ക്കകത്ത് ചാണകമുള്ള കുറെ പേരെ നിർത്തി മോദി മോദി വിളിപ്പിക്കുകയുമാണ്. ഉളുപ്പ് തോന്നുന്നില്ലല്ലോ ഇയാൾക്ക് എന്നോർക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. സംസ്കാരമുള്ള വിവേകമുള്ള ആർക്കെങ്കിലും ഇത്രയും നാണംകെട്ട കളി കളിക്കാൻ തോന്നുമോ? അവിടെ കൂടിയിരിക്കുന്ന ഒരുത്തനും തോന്നുന്നില്ലേ ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ കാണിക്കുന്നത് മോശമാണ്, ചീപ്പാണ് എന്ന്? എത്രയാണ് നിങ്ങൾ തരം താഴുന്നത്? ഇത് നിങ്ങൾക്ക് അപമാനമായി തോന്നുന്നില്ലെങ്കിലും രാജ്യത്തിന് മൊത്തം വലിയ അപമാനമാണ് എന്ന് നിങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കുമോ?
അതിൻ്റെ ഇടയ്ക്ക് ആളുകളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു. മോദിയെപ്പോലെ ഒരാൾ അനുഗ്രഹിച്ചാൽ എന്താണ് സ്ഥിതി? ആ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് കൊച്ചിന്റെ ശരീരത്തെ തലയിൽ മോദിയെ കൊണ്ട് പിടിപ്പിക്കാൻ ഈ സ്ത്രീക്ക് എങ്ങനെ തോന്നും? ഒരു സാധാരണ അന്തസ്സുള്ള മനുഷ്യനാണെങ്കിൽ ഓർക്കാം. ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ 7 അയലത്ത് അടുപ്പിക്കുക പോലുമില്ല. മോദി ആകെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ റീലുണ്ടാക്കുക, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക, വിദേശയാത്രകൾ നടത്തുക എന്നുള്ള 3 കാര്യങ്ങൾ മാത്രമാണ്. രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്നുവരെ മോദിക്ക് യാതൊരു ശ്രദ്ധയുമില്ല, പരിഗണനയുമില്ല. അത് മന്ദഭക്തർക്കും രാജ്യത്തെ ഗോദി മീഡിയകൾക്കും പ്രശ്നമല്ലാത്തിടത്തോളം കാലം മോദി ഒരു മടിയുമില്ലാതെ ഇങ്ങനെ തന്നെ തുടരും. മോദി ഈ റീൽ ഷൂട്ട് ചെയ്യുന്നതിന് നടന്നു പോകുന്ന വീഡിയോ കണ്ടുകൊള്ളൂ. വഴി സൈഡിലുള്ള ആളുകളെ കൈകൂപ്പുന്നവരെ പോലും മോദി ശ്രദ്ധിക്കുന്നു പോലുമില്ല. മോദിയുടെ സുരക്ഷാസേന അവരെ പിടിച്ച് മാറ്റുകയാണ്. ഇവിടെയും ആളുകൾ ജയ് ശ്രീറാം വിളിക്കുന്നുണ്ട്. ഇത് തെറ്റാണ് എന്ന് ആളുകൾക്ക് തോന്നുകയില്ല. കാരണം അവർക്ക് അതിനുള്ള വിവരമില്ല, വിവേകമില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടന്നു പോകുമ്പോൾ മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് വെറും ചീപ്പാണ് എന്ന് മാത്രമല്ല, പരിപൂർണമായി തെറ്റാണ്. അത് മനസ്സിലാകണമെങ്കിൽ വിവരം വേണം, വിവേകം വേണം. ഞാനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്കിൽ എൻ്റെ ഉൾപ്പെടെ ഏത് മതത്തിന്റെ ആയിക്കൊള്ളട്ടെ, മുദ്രാവാക്യങ്ങൾ ഞാൻ നടന്നു പോകുമ്പോൾ വിളിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ആവർത്തിക്കരുത് എന്ന് ജനങ്ങളോട് വ്യക്തമായി പറയും. പക്ഷെ ഇയാൾക്ക് ഇതാണ് വേണ്ടത്. ആളുകൾക്ക് മതഭ്രാന്തി പിടിച്ച് വിവേകമില്ലാത്തവരായി തുടരണം. വളരെയേറെ ആളുകളാണ് ഈ നാണംകെട്ട ഹൃദയമില്ലാത്ത പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവ് ശ്രീനിവാസ് ബി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അവസാനം പ്രധാനമന്ത്രി മണിപ്പൂരിൽ, ഹെൽഹോൾ മൊമെന്റ്. ഡോക്ടർ മിസ്റ്റിക് ഷൂ എഴുതിയത് എല്ലാവരും ശ്രദ്ധയോടെ കാണേണ്ടതാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് കുഴപ്പമെന്ന് ഞാൻ അതിശയിക്കുകയാണ്. രാജ്യം വളരെയേറെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുകയാണ്. മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നു, സാമ്പത്തിക രംഗം തകരുന്നു, തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്, വിലക്കയറ്റം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ തേയിലത്തോട്ടത്തിൽ ഡാൻസ് ചെയ്യുന്നു, നദിയിൽ ബോട്ടിംഗ് നടത്തുന്നു, 100 കണക്കിന് ക്യാമറകളുമായി അമ്പലങ്ങൾ സന്ദർശിക്കുന്നു. എപ്പോഴും PR നാടകം കളിക്കുകയാണ്. മോദി മാത്രം ഫ്രെയിമിൽ നിന്നുകൊണ്ട് എല്ലാ ദിശകളിൽ നിന്നും 100 കണക്കിന് ക്യാമറകളാൽ ചുറ്റപ്പെട്ട് ലോകം മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും അവഹേളിക്കുകയും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മോദിയോട് നിബന്ധനകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു. എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങളും സംഖ്യകളും യാഥാർത്ഥ്യത്തിനു മുന്നിൽ പരിപൂർണമായി കണ്ണടച്ച് ഇത്തരം നാടകങ്ങൾ കാണുമ്പോൾ വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഇന്ത്യ എല്ലാ രംഗത്തും നാടകീയമായി താഴേക്ക് പോവുകയാണ്. എന്നാൽ ഈ പതനം കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്, എത്ര ശരിയായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടല്ലോ. ഒരു രാജ്യത്തെ മൊത്തം ഇയാൾ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ സംഖ്യകൾ അത് കണ്ട് നിർവൃതി കൊള്ളുകയാണ്. ലോകം മൊത്തം ഇയാളുടെ തറത്തരം കണ്ട് കളിയാക്കി ചിരിക്കുകയാണ്. പക്ഷേ അതൊന്നും സംഖ്യകൾക്ക് മനസ്സിലാവില്ല. സംഖ്യകളോട് എൻ്റെ ചോദ്യം ഇതാണ്: ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് മോശമാണ്, തനി തറത്തരമാണ് എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമുണ്ട്, ചികിത്സിച്ചാലും മാറാത്ത പ്രശ്നം. ഇത്തരത്തിലുള്ള ആൾക്ക് ഒരു വോട്ടെങ്കിലും ലഭിച്ചാൽ അത് രാജ്യത്തിന്റെ പരാജയമാണെന്നേ ഞാൻ പറയൂ. ഒരു വോട്ടെങ്കിലും ലഭിച്ചാൽ. രാജ്യം വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, മണിപ്പൂർ നിന്ന് കത്തുമ്പോൾ ഇത്തരം നാണംകെട്ട തറക്കളികൾ കളിക്കുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മോദിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?